ഈ റാഫി എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. അറിയുന്ന രീതിയിൽ ഇവിടെ ഭീഷണിപ്പെടുത്തി നിന്റെ ഭർത്താവിന് ഇത് കൈമാറും, നിന്റെ ഭർത്താവിന്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും എന്നൊക്കെ പറഞ്ഞ് ഇയാള് കഞ്ചാവ് MDMA ഒക്കെ അടിക്കുന്ന നല്ല ഈ റാഫി എന്ന് പറയുന്ന ആൾക്ക് തമിഴ്നാട്ടിൽ ഒരു കേസ് ഉണ്ട്. ഇയാൾ അവിടെ ഒരു പെണ്ണിനെ ഗർഭം ഉണ്ടാക്കി മുങ്ങി നടക്കുന്ന ഒരാളാണ്. ഈ വിഷയം വിടാറായില്ലേ? കുറെ നാളായല്ലോ. നിങ്ങൾ ആത്മപരിശോധന നടത്തണം എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദിവസം കഴിയുന്നതനുസരിച്ചിട്ട് ഇവരെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതും ഓരോന്ന് ഓരോ രീതിയിലോട്ടാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരും. ഈ ഒരു വിഷയം മാത്രമല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്, അതിനെ കൂടുതലുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിരുന്ന് കണ്ടോ? ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ വിഷയം കണ്ടാൽ മതി, പ്രശ്നം തീർന്നില്ലേ അവിടെ? അതല്ലാണ്ട് വന്നിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ, ഈ വിഷയം വിടാറായില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഷഹാല ഇയാളുടെ കൂടെ പോയതിനെ കുറിച്ചിട്ട് ഒരു ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കേട്ടപ്പോ എനിക്ക് തോന്നിയ ചില കാര്യങ്ങള് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങളും ഇവിടെ ഒന്ന് പറയണം. കാരണം എനിക്ക് തോന്നിയ കാര്യങ്ങളാണോ നിങ്ങൾക്ക് തോന്നിയത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഷഹാലേനെ കൂലിപ്പണി എടുക്കുന്ന സമയത്ത് പോലും 2000 രൂപയുടെ ചെരുപ്പൊക്കെ മേടിച്ചു കൊടുത്ത് അത്രയും നന്നായിട്ട് നോക്കിയിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് എല്ലാ വീഡിയോസിലും എല്ലാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളപ്പോ എന്തിനാണ് ഇതിനെ പോലെയുള്ള ഒരു വൃത്തികെട്ടവന്റെ കൂടെ ഈ സ്ത്രീ ഇറങ്ങിപ്പോയത് എന്നുള്ളതായിരുന്നു എല്ലാവർക്കും ഉള്ള സംശയം. അതിനുള്ള ഉത്തരമാണ് ഇവർ ഈ പറയുന്നത്. പിന്നെ ഷഹലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷഹല പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ്. അവളുടെ മാരേജ് കഴിഞ്ഞിട്ട് 10 വർഷത്തോളമായി. 10 വർഷത്തോളം ആയിട്ടുണ്ട് മാരേജ് കഴിഞ്ഞിട്ട്. ഹസ്ബൻഡും കൂടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ 6 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇയാള് ഷഹലയുടെ ഹസ്ബൻഡ് ഗൾഫിലോട്ട് പോകുന്നത്. 2 വർഷം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പോയതാണ്. അതുപോലെ തന്നെ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് നിന്നെയും കുട്ടീനെയും മിസ്സാവുന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഷഹലയുടെ ഭർത്താവ് മെസ്സേജ് അയക്കുമായിരുന്നു. എന്താണ് ഇപ്പൊ ഈ ഷഹലയുടെ ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്തൊക്കെ നന്നായിട്ട് ജോലി ചെയ്ത് നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു പറയുന്നത്. ഈ നോക്കിയ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിയേണ്ട കാര്യം എന്തിനാണ് ഈ സ്ത്രീ ഇയാളുടെ കൂടെ പോയി എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾ പറ. അങ്ങനെ അവനെ ആങ്ങളമാരെല്ലാവരും ചേർന്നിട്ട് ഈ ഷഹല പോയ അവനുണ്ടല്ലോ റാഫി എന്ന് പറയുന്ന ആളെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ റാഫി എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. അതൊന്നും ഈ പുള്ളിക്കാരിക്ക് അറിയാതെയാണ് ഷഹല ഈ ഫ്രോഡിനൊപ്പം പോയിരിക്കുന്നത്. ഇവിടെ മൊബൈൽ നന്നാക്കാൻ പോകുന്ന സമയത്താണ് ഇവനെ പരിചയപ്പെടുന്നതും ഇവളുടെ നമ്പർ ഇവൻ കയ്യിലാക്കുന്നതും. അതിന്റെ ഇതിലാണ് ഇവളെ ഷഹലെ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് ഒരു പിക്ക് എന്തോ എടുത്തു, അതിനെ പിക്ക് എടുത്തിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഭീഷണിപ്പെടുത്തി നിന്റെ ഭർത്താവിന് കൈമാറും, നിന്റെ ഭർത്താവിന്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ഇതിലാണ് ആ പുള്ളിക്കാരി ഇയാളുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇയാളുടെ കൂടെ പോയി എന്നാ പറയുന്നത്. പക്ഷെ ഇവൾക്ക് അത് അവിടെ തെറ്റ് സംഭവിച്ചു. ഇവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുമില്ലെങ്കിൽ നമ്മൾ അവരെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ റാഫി എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇവൾക്ക് ആങ്ങളമാരൊക്കെ ഉണ്ട്, ആങ്ങളമാരോട് അറിയിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിനടുത്ത് പറഞ്ഞ സ്വാഭാവികമായിട്ട് പേടിയായിരിക്കും. നീ എന്തിനാണ് നമ്പർ കൊടുത്ത് അതാണ് ഇതാണ് പറയുമ്പോൾ ആങ്ങളമാരെന്താണെങ്കിലും മനസ്സിലാക്കുമല്ലോ എന്നിങ്ങനെ ഒരാളെ ശല്യപ്പെടുത്തുന്നുണ്ട് അവരോട് അല്ലെങ്കിൽ പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയ്ക്ക് സംഗതി വഷളാവില്ലായിരുന്നു. ഇവിടെ എടുത്ത് ചാടി അതും പോയത് നല്ല ഒരുത്തന്റെ കൂടെയാണ് പോയത്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത്? ഈ ഇൻഫർമേഷൻ കിട്ടുമ്പം അത് ക്ലിയർ ആയിട്ട് പറയാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കണ്ടേ? നിങ്ങൾ പറയുന്നു ഫോൺ നമ്പർ കിട്ടി, ഫോൺ നമ്പറിൽ വിളിച്ച് ശല്യം ചെയ്തു, എന്തോ ഒരു പിക്ക് എടുത്തു, ഭീഷണിപ്പെടുത്തി. എന്ത് പിക്ക് എടുത്താണ് ഭീഷണിപ്പെടുത്തിയത്? ഷഹാല എന്ന് പറയുന്ന വ്യക്തി ഷഹാലയുടെ ഹസ്ബൻഡിന് അയക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ഏതെങ്കിലും സ്വകാര്യ ഫോട്ടോയാണോ ഈ നാറിയുടെ കയ്യിൽ കിട്ടിയത്? അതല്ലെങ്കിൽ ഇവനും തമ്മിലുള്ള, അതായത് ഈ റാഫി എന്ന് പറയുന്ന നാറിയും തമ്മിലുള്ള വല്ല സ്വകാര്യ നിമിഷങ്ങളുടെ പിക്കാണോ ഇവൻ എടുത്ത് ഭീഷണിപ്പെടുത്തിയത്? ഇതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന ഒരു ഫോട്ടോ കിട്ടി ഭീഷണിപ്പെടുത്തി, തീർന്നു. ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ വീഡിയോയ്ക്കില്ല. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ സ്വകാര്യ ഫോട്ടോ, അതായത് ഞാൻ ഒറ്റയ്ക്കുള്ള എൻ്റെ ഒരു സ്വകാര്യ ഫോട്ടോ ആണെങ്കിൽ ഉറപ്പായിട്ടും വേറൊരുത്തൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോ നട്ടലുള്ള ആങ്ങളമാര് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പോയി പറഞ്ഞിരിക്കും, ആ ഫോൺ ഞാൻ നന്നാക്കാൻ കൊടുത്തപ്പോ ആ നാറി എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം.
അല്ലാതെ ആ നാറി വിളിച്ചിട്ട് ഞാനിത് നിന്റെ വീട്ടിൽ കാണിക്കും, നിന്റെ ഭർത്താവിനെ കാണിക്കും, നിന്റെ ആങ്ങളനെ കാണിക്കും എന്ന് പറയുമ്പം അവൻ വിളിക്കുമ്പോ ഇറങ്ങി പോവാൻ നിൽക്കത്തില്ല. അങ്ങനെയുള്ളപ്പോ ഏത് ഫോട്ടോയാണ് ഇവന്റെ കൈ കിട്ടിയത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ആരോ എന്തോ പറഞ്ഞു, അതെടുത്ത് നിങ്ങൾ പുറത്തിട്ടു. ആൾക്കാർ സംശയം ചോദിക്കുമ്പോ അതിനുള്ള ഉത്തരം പറയാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇതിപ്പോ നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോ എന്താണെന്നറിയോ? ഷഹാല വിളിച്ചിട്ട് ചേച്ചി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങള്, നിങ്ങൾ ഇതൊന്ന് പുറത്തു പറയണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നത്തുള്ളൂ. ഒരു ക്ലാരിറ്റി ഇല്ല. എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്ത് ഫോട്ടോസ് ആണ് കിട്ടിയത്, അല്ലെങ്കിൽ എന്താണ് ഇവൻ ഭീഷണിപ്പെടുത്തിയത്, ഒന്നുമില്ല. കുറച്ച് ഫോട്ടോസ് കിട്ടി, അവള് ഭീഷണിപ്പെടുത്തി, അവൾ ഇറങ്ങിപ്പോയി, അവളുടെ ഇഷ്ടത്തിന് പോയതല്ല. ഇതാണ് നിങ്ങളുടെ വീഡിയോ എന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. പിന്നെ ചില മൊബൈൽ ഷോപ്പിലെ ചില നാറികളുണ്ട്. നമ്മള് ചില ഫോട്ടോസ് കൊടുക്കുന്ന സമയത്ത്, ഫോൺ നമ്മൾ നന്നാക്കാൻ കൊടുക്കുന്ന സമയത്ത് അതിലുള്ള ഡാറ്റാസ് ഇവന്മാരെടുത്ത് നോക്കും. എന്നിട്ട് അതിൽ നിന്ന് അവന്മാർക്ക് വേണ്ടുന്ന അമ്മമാരെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർ സ്വകാര്യമായിട്ടിരുന്ന് കാണാറുണ്ട്. അറിയാം, ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാലത്ത് ഇതൊക്കെ ഇത്രയും പ്രശ്നമാക്കിയിട്ട് അവൻ വിളിച്ചെടുത്തോട്ട് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണും നിൽക്കത്തില്ല. ഞാൻ നിൽക്കത്തില്ല. എന്റെ വീട്ടിലെ ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്, ഞാൻ പോയി പറഞ്ഞു കൊടുക്കും. അത്രേ ഉള്ളൂ. അവന് രണ്ട് കിട്ടാനുണ്ടെങ്കിൽ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിലപ്പോ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചൊന്നും ഇരിക്കും. ഇത് അത് ചെയ്യാതെ അവൻ വിളിച്ചപ്പോ അവന്റെ കൂടെ ഇറങ്ങി പോവുക എന്ന് പറയുന്നത്, അതും ഭർത്താവും മോനും ഇരിക്കെ ഇറങ്ങി പോവുക എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്തതിന്റെ പേരിലാണ് അവൾ ഇറങ്ങി പോയത് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോക്ക് അതിൻ്റെതായ ക്ലാരിറ്റി ഉണ്ടാവണം. ഇത് അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് കിട്ടി, ഫോൺ നമ്പർ വിളിച്ച് ശല്യം ചെയ്തു, അതിനുവെച്ച് ഒരു ഫോട്ടോ എടുത്തു, അത് ഭർത്താവിനെ കാണിക്കുന്നു പറഞ്ഞ് ഇറങ്ങിപ്പോയി. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിരുന്നു ആ വോയിസ് കേട്ടിട്ട്? ശരി എന്നാ, ഇനി എന്റെ മാത്രം തോന്നലാണെങ്കിൽ ദയവേത് എന്നെ തെറി വിളിക്കരുത്. ഞാൻ എന്റെ ചില തോന്നലുകളാണ് പറഞ്ഞത്. ശരി എന്നാ, ടാറ്റാ.